ആകാശവാണി. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യം മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ അടഞ്ഞുകഴിഞ്ഞു. ഇനി രാജ്യം ഉറ്റുനോക്കുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മണ്ണായ പശ്ചിമ ബംഗാളിലേക്കുമാണ്. മാർച്ച് 15-നാണ് അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ നിയമസഭകളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പുകൾക്കുമുള്ള സമയക്രമം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനത്തോടെ ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. സർക്കാർ പൊതു സ്വകാര്യ സ്വത്തുക്കളെ വികൃതമാക്കുന്ന വിധത്തിലുള്ള പ്രചാരണ വസ്തുക്കൾ നീക്കം ചെയ്യൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തി ഔദ്യോഗിക വാഹനം അല്ലെങ്കിൽ സർക്കാർ താമസ സ്ഥലം ഉപയോഗം ചെയ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പൊതുഖജനാവിന്റെ ചെലവിൽ പരസ്യങ്ങൾ നൽകുന്നത് നിരോധിച്ചു. പൊതുജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർക്ക് ബന്ധപ്പെട്ട ഡിഇഒ, ആർഒയ്ക്ക് പരാതികൾ സമർപ്പിക്കാൻ കഴിയുന്ന 950 എന്ന കോൾ സെന്റർ ഉൾപ്പെടെ പരാതി നിരീക്ഷണ സംവിധാനം സജ്ജീകരിച്ചു. ഇസിഐ നെറ്റിലെ സി-വിജിൽ ആപ്പ് ഉപയോഗിച്ച് പൌരന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും സൌകര്യമൊരുക്കി. പരാതികൾ 100 മിനിറ്റിനുള്ളിൽ പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉടനീളം 5173-ലധികം ഫ്ലൈയിംഗ് സ്ക്വാഡുകളെ വിന്യസിച്ചു. ഇതിനു പുറമെ 5200-ലധികം സ്റ്റാറ്റിക് സർവെയിലൻസ് ടീമുകളെയും വിന്യസിച്ചു. മന്ത്രിമാർ ഔദ്യോഗിക ചുമതലകളെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സംയോജിപ്പിക്കരുതെന്നും സർക്കാർ സംവിധാനം, വാഹനങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പ്രചാരണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനും എല്ലാ പാർട്ടികളോടും തുല്യ പരിഗണന ഉറപ്പാക്കുന്നതിനും ഔദ്യോഗിക സൌകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥരോടും കമ്മീഷൻ നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥർ യോഗങ്ങൾ, ഘോഷയാത്രകൾ, പോളിംഗ് ക്രമീകരണങ്ങൾ എന്നിവ നീതിപൂർവ്വം നിയന്ത്രിക്കുകയും ക്രമസമാധാനം പരിപാലിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്തുകയും വേണമെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. മൈതാനങ്ങൾ, ഹെലിപാഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി തേടി രാഷ്ട്രീയ പാർട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇസിഐ നെറ്റിൽ സുവിധാ മൊഡ്യൂൾ സജീവമാക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ടത്തിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ ഇവിഎമ്മുകളുടെയും വിവിപാറ്റുകളുടെയും കമ്മീഷനിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ പൊതുനിരീക്ഷകരുടെയോ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ്. കമ്മീഷനിംഗ് ചെയ്തതിനു ശേഷം സ്ഥാനാർത്ഥികളോ അവരുടെ പ്രതിനിധികളോ ക്രമരഹിതമായി തിരഞ്ഞെടുക്കുന്ന 5% ഇവിഎമ്മുകളിൽ 1000 വോട്ടുകളുടെ ഒരു മോക്ക് പോൾ നടത്തും. അവർക്ക് സ്വയം മോക്ക് പോളുകൾ നടത്താനും അനുവദിക്കും. കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് ഇവിഎം മാനേജ്മെന്റ് സിസ്റ്റം വഴി 2 ഘട്ടങ്ങളിലായുള്ള റാൻഡമൈസേഷൻ പ്രക്രിയയിലൂടെയാണ് ഇവിഎമ്മുകൾ അതത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് അനുവദിച്ചത്. ദേശീയ, സംസ്ഥാന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഇവിഎം മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് ആദ്യ റാൻഡമൈസേഷൻ നടത്തിയത്. ഏപ്രിൽ 23-ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാൾ ആദ്യഘട്ട പൊതു തിരഞ്ഞെടുപ്പിലും ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പുകൾക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും അവരുടെ ഏജന്റുമാരുടെയും പൊതുനിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ മാനേജ്മെന്റ് സിസ്റ്റം വഴി മെഷീനുകളുടെ 2ാമത്തെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കി. ക്രമരഹിതമാക്കിയ ആദ്യ ഇവിഎമ്മുകളുടെയും വിവിപാറ്റുകളുടെയും മണ്ഡലം തിരിച്ചുള്ള പട്ടികകൾ അതത് ജില്ലാ ആസ്ഥാനങ്ങളിലെ എല്ലാ ദേശീയ, സംസ്ഥാന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുമായി പങ്കിട്ടു. ഈ ഇവിഎമ്മുകളും വിവിപാറ്റുകളും പിന്നീട് ദേശീയ, സംസ്ഥാന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അതത് നിയമസഭാ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചു. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ വിവര സ്ലിപ്പുകൾ അഥവാ വിഐഎസുകളുടെ വിതരണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരുന്നു. വോട്ടർമാരുടെ വിവരങ്ങൾ, പോളിംഗ് സ്റ്റേഷൻ, വോട്ടെടുപ്പ് തീയതി, സമയം, പോളിംഗ് സ്റ്റേഷന്റെ മാപ്പിന്റെ ഒരു സ്നാപ്ഷോട്ട്, വോട്ടെടുപ്പ് ദിവസം വോട്ടർമാരെ നയിക്കാൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ പട്ടിക എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ വേഗത്തിൽ തിരയുന്നതിന് ഒരു QR കോഡ് വോട്ടർമാരെ സഹായിക്കുന്നു. പോളിംഗ് സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും വേഗത്തിലുള്ള പോളിംഗ് നടത്തുന്നതിനും ഇത് സഹായിക്കുന്നു.
ഉദ്യോഗസ്ഥർ വീടുവീടാന്തരം സഞ്ചരിച്ച് വോട്ടർമാർക്ക് നേരിട്ട് VIS വിതരണം ചെയ്യുന്നു. വോട്ടെടുപ്പ് ദിവസത്തിന് കുറഞ്ഞത് 5 ദിവസം മുൻപെങ്കിലും രജിസ്റ്റർ ചെയ്ത എല്ലാ വോട്ടർമാർക്കും ഈ പ്രക്രിയ പൂർത്തിയാക്കണം. VISനെ വോട്ടർ സൗഹൃദപരവും സൗകര്യപ്രദവുമാക്കുന്നതിനായി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഭാഷകളിൽ മാത്രമേ അവ ഉപയോഗിക്കാവൂ എന്ന് കമ്മീഷൻ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭിന്നശേഷിക്കാരുടെ ആരോഗ്യപരമായ പങ്കാളിത്തവും സജീവമായ ഇടപെടലും ഉറപ്പാക്കുന്നതിന് കാഴ്ച വൈകല്യമോ അന്ധരോ ആയ വ്യക്തികൾക്ക് സാധാരണ VISനു പുറമെ ബ്രെയിൽ സവിശേഷതയുള്ള ആക്സസിബിൾ വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. VIS വിതരണ സമയത്ത് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാർക്ക് BLOമാരെ അനുഗമിക്കാം. വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാൻ പാടില്ല. വോട്ടർമാർക്ക് എപ്പിക് കൂടാതെ 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താം. തമിഴകം മറ്റൊരു നിർണായക പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കരുത്തും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും ഇത്തവണ മുഖാമുഖം നിൽക്കുകയാണ്. ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ മാർച്ച് 30 മുതൽ സ്വീകരിച്ചു തുടങ്ങി. ഏപ്രിൽ 6 ആയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. തമിഴ്നാട്ടിൽ 4023 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് എന്നത് ശ്രദ്ധേയമാണ്. ഏകദേശം 2460 നാമനിർദ്ദേശങ്ങൾ നിരസിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമായി കരൂർ മാറി. 79 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 234 മണ്ഡലങ്ങളിലായി ഏകദേശം 5.67 കോടി വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. 75,064 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഓരോ മണ്ഡലത്തിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഭരണകക്ഷിയായ DMK തങ്ങളുടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ AIADMK ശക്തമായ തിരിച്ചുവരവിനായി പോരാടുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തമിഴ് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയും നിർണായക ശക്തിയായി മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഏപ്രിൽ 15 മുതൽ വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകളുടെ വിതരണം ആരംഭിച്ചു. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. കിഴക്കൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയഭൂമിയായ പശ്ചിമ ബംഗാളിന്റെ അധികാരം ആർക്കെന്ന് വോട്ടർമാർ തീരുമാനിക്കുന്ന ദിനങ്ങൾ അടുത്തു കഴിഞ്ഞു. ബംഗാൾ ജനവിധി എഴുതുന്നത് 2 ഘട്ടങ്ങളിലായാണ്. പശ്ചിമ ബംഗാളിൽ ആകെ 294 നിയമസഭാ സീറ്റുകളാണുള്ളത്. ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലായി 1478 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളിലായി 1448 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പശ്ചിമ ബംഗാൾ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 9 ആയിരുന്നു. സൂക്ഷ്മ പരിശോധന 10-ന് നടന്നു. ഏപ്രിൽ 13-ന് ഉച്ചകഴിഞ്ഞ് 3 വരെയായിരുന്നു നാമനിർദ്ദേശങ്ങൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിനായി ശക്തമായ നടപടികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാൻ അതിർത്തികളിൽ ശക്തമായ പരിശോധന തുടരുകയാണ്. റാമ്പുകൾ, വീൽചെയറുകൾ, വോളണ്ടിയർമാർ, ക്രഷേ സൗകര്യങ്ങൾ, സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പ്രത്യേക പോളിംഗ് സ്റ്റേഷനുകൾ എന്നിവയുൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, BJP, കോൺഗ്രസ്, ഇടതുമുന്നണി എന്നിവർ ഉൾപ്പെടുന്ന ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. മമതാ ബാനർജി ഭരണം നിലനിർത്തുമോ അതോ BJP അധികാരം പിടിക്കുമോ അതോ ഇടതുമുന്നണി, കോൺഗ്രസ് എന്നിവർ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആകെ 865 കോടി രൂപയുടെ മൂല്യമുള്ള അനധികൃത പണം, മദ്യം, ലഹരി വസ്തുക്കൾ എന്നിവ അധികൃതർ പിടിച്ചെടുത്തു കഴിഞ്ഞു. സി-വിജിൽ ആപ്പ് വഴി പൊതുജനങ്ങൾക്ക് നിയമലംഘനങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. സെൻസിറ്റീവ് ബൂത്തുകളിൽ ഡ്രോൺ നിരീക്ഷണവും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരാതികൾ 100 മിനിറ്റിനുള്ളിൽ പരിഹരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ 2 സംസ്ഥാനങ്ങളിലായി 5011-ലധികം ഫ്ലൈയിംഗ് സ്ക്വാഡ് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ 2728-ഉം തമിഴ്നാട്ടിൽ 2283-ഉം ഫ്ലൈയിംഗ് സ്ക്വാഡ് ടീമുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ വിവിധ സ്ഥലങ്ങളിൽ 5363-ലധികം സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട്.
പശ്ചിമബംഗാളിൽ 3142 തമിഴ്നാട്ടിൽ 2221 സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകളെയാണ് വിന്യസിച്ചത്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്താരാഷ്ട്ര തിരഞ്ഞെടുപ്പ് സന്ദർശക പരിപാടിയുടെ ഭാഗമായി 22 രാജ്യങ്ങളിൽ നിന്നുള്ള 38 അന്താരാഷ്ട്ര പ്രതിനിധികൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വ്യാപ്തി, കൃത്യത, ഊർജ്ജസ്വലത എന്നിവ നേരിട്ട് കണ്ടിരുന്നു. ഇതിലൂടെ കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ആഗോള ശ്രദ്ധയാകർഷിച്ചു. തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനെക്കുറിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും സംസ്ഥാന പോലീസ് നോഡൽ ഓഫീസർമാരുമായും പ്രതിനിധികൾ സംവദിച്ചു. പോളിംഗ് സ്റ്റേഷനുകളുടെ 100% വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കുന്നതിനായി സിഇഒ ഓഫീസുകളിലെ CCTV കൺട്രോൾ റൂമുകളും അവർ സന്ദർശിച്ചു. അവയെ സുതാര്യതയുടെ ശക്തമായ സ്തംഭം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യം അതിന്റെ കരുത്ത് തെളിയിക്കുന്ന കാഴ്ചയാണ് ഓരോ തിരഞ്ഞെടുപ്പും. ദശലക്ഷക്കണക്കിന് വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ഈ പ്രക്രിയ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ വ്യക്തമായ തീരുമാനമാണ്. വൈവിധ്യങ്ങൾക്കിടയിലും ഐക്യത്തോടെ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ നായകർ. ഓരോ വോട്ടും രാജ്യത്തിന്റെ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. മെയ് 4 രാവിലെ മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ജനവിധി അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. അവതരണം കൃഷ്ണ പ്രകൃതി.